കെ രാമൻപിള്ളയുടെ പുതിയ പാർട്ടി ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അമൃത വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായുള്ള യോഗത്തിൽ തീരുമാനമെടുത്ത ശേഷമായിരുന്നു കെ രാമൻപിള്ള വാർത്താസമ്മേളനം നടത്തിയത്. ഭാരതീയ ജനതാ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് പ്രാഥമിക അംഗത്വവും രാജിവെച്ച് പുറത്തു വന്നിരിക്കുകയാണ്. കെ രാമൻപിള്ളയ്ക്ക് പുറമെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായിരുന്ന PD പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് മാഞ്ചേരി നാരായണൻ, മോഹൻ ശങ്കർ, U ദത്താത്രേയ റാവു, സംസ്ഥാന ട്രഷറർമാരായിരുന്ന KR രാഘവൻ, അഡ്വക്കേറ്റ് KV സദാനന്ദപ്രഭു, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന MP ജോസ്, കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന PB സത്യൻ, അഡ്വക്കേറ്റ് മധുസൂദനൻ നായർ എന്നിവരടക്കം ഒട്ടേറെ പ്രമുഖർ ഇപ്പോൾ BJPയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് തങ്ങളോടൊപ്പം ചേർന്നതായി കെ രാമൻപിള്ള പറഞ്ഞു. ഇവരിൽ PD പുരുഷോത്തമനും മോഹൻ ശങ്കറും ഇപ്പോഴത്തെ BJP സംസ്ഥാന സമിതിയിലുള്ളവരാണ്. ഒക്ടോബർ 21 സംസ്ഥാന കൺവെൻഷന് മുമ്പായി ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികൾ രൂപീകരിക്കും. സംസ്ഥാന കൺവെൻഷൻ വരെ മോഹൻ ശങ്കർ കൺവീനറായുള്ള കമ്മിറ്റിയായിരിക്കും പ്രവർത്തിക്കുകയെന്നും കെ രാമൻപിള്ള പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 എറണാകുളം ടൗൺ ഹാളിലാണ് കേരള ജനപക്ഷം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യ സംസ്ഥാന കൺവെൻഷൻ ചേരുന്നത്. കൺവെൻഷന്റെ പ്രചാരണത്തിനായി യാത്ര ചെയ്യുമ്പോൾ പലയിടത്തും അക്രമങ്ങളുണ്ടായെങ്കിലും അതൊന്നും BJP നേതൃത്വത്തിന്റെ അറിവോടെയായിരുന്നുവെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് കെ രാമൻപിള്ള പറഞ്ഞു. സാമാന്യ വിവരമുള്ളവരാരും എന്നെ എതിർക്കാൻ വരില്ല. എതിർക്കാം, അവർക്ക് ആശയപരമായി എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രസ്താവനയിലൂടെ, ലേഖനങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ അവർക്ക് എതിർക്കാം. അതല്ലാതെ ഈ കായികമായിട്ട് കയ്യേറാൻ ശ്രമിക്കുന്നവർ ഈ നൂറ്റാണ്ടിന് പറ്റിയ ആളുകളല്ല. വളരെ പ്രാകൃതമായൊരു സമ്പ്രദായമാണ് കായികമായി നേടുക എന്നുള്ളത്. RSSന് ഭാരതീയ ജനപക്ഷവുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും RSS സംസ്കാരം ഇപ്പോഴും ഉൾക്കൊള്ളുന്ന കെ രാമൻപിള്ള RSSന്റെ ജന്മദിനമായ വിജയദശമി ദിവസം തന്നെയാണ് തൻ്റെ പാർട്ടിക്കും ഹരിശ്രീ കുറിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.